ഈ ദൈവത്തിൽ നിന്നുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ഫലം കായ്ക്കുന്നവരാകും. ദൈവത്തിന്റെ മക്കൾ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആര് വിളിക്കപ്പെടും? സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഭാഗ്യവാന്മാർ. കുറെ 9 ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിങ്ങളിലുള്ളവന്റെ പ്രത്യേകത അത് ലോകത്തെ ജയിച്ചവനാകും. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനൊന്നും പരാജയമില്ല. ലോകത്തിലുള്ള ഒന്നും ലൗകികമായിട്ട് ഓടി നടക്കുന്നവന്മാർ പരാജയപ്പെടും. പക്ഷെ ദൈവത്തിൽ നിന്നുള്ളവന് പരാജയമില്ല. ദൈവത്തിൽ നിന്നുള്ളവന് ജയം മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്നുള്ളവൻ സകലത്തെയും ജയിക്കും. അവൻ ജയാളിയാകും. ക്രിസ്തുവിലുള്ളവൻ ജയിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെ ജയിക്കും. ക്രിസ്തുവിൽ ജനിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. നീ ലോകത്തെ ജയിക്കുന്ന ജയം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. നീ ലോകത്തെ ജയിക്കും. ലൗകികമായ കാര്യങ്ങളെ നീ ജയിക്കും. ലോകമോഹങ്ങളെ നീ ജയിക്കും. അശുദ്ധമായതിനെ നീ ജയിക്കും. ശത്രുവിനെ നീ ജയിക്കും. രോഗത്തെ നീ ജയിക്കും. പിശാചിനെ നീ ജയിക്കും. പാപത്തെ നീ ജയിക്കും.